ഹലോ, എല്ലാവർക്കും സഫി സോമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞാൻ ടി വി കാണാൻ പോയ കഥ പറഞ്ഞില്ലേ, അടുത്തിനി പറയാൻ പോകുന്നത് സഫിയുടെ വീട്ടിൽ സഫി പാചകം ചെയ്ത കഥയാണ്. സഫി ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കഥയൊക്കെയാണ്. സഫി കുക്ക് ചെയ്യുന്ന കഥയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് തുണികളൊക്കെ മടക്കാനുള്ള തുണികളാണ്. എടുത്തെടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് എനിക്ക് കഥ പറയാൻ തോന്നിയത്. അപ്പം ഞാൻ കഥ പറയാറ്. കഥ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇനി വേറെ എന്തോ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് കഥ പറയാൻ പോവാണ്. അപ്പം ഞാൻ അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചോട്ടെ. ഓക്കെ. അപ്പം ഞാൻ പോകും എന്താ മൊത്തം പോയി. ഓക്കെ, തിരിച്ചു കൊണ്ടുപോയിട്ട് റീലേ പോയി. അപ്പം ഞാൻ പറയാൻ വന്നത്, എൻ്റെ വീടെന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത ഓല മേഞ്ഞ തറയിൽ ചാണകം മെഴുകിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചാണകം മെഴുകാൻ. അതിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ 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 നല്ല രസമാണ്. കൈവച്ച മെഴുകൽ നല്ല രസമല്ലേ? അതിങ്ങനെ മെഴുകി മെഴുകി വരും. മെഴുകി കഴിഞ്ഞിട്ട് എന്തൊരു പ്രത്യേക മണവും, ചാണകത്തിൻ്റെ മണമാണ് കേട്ടോ. ചാണകവും കരിയോയിലും ഒക്കെ അതിൻ്റെ ഒരു മണവും ഒരു ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓല കെട്ടിക്കഴിഞ്ഞിട്ടുള്ള പിന്നെ ഇങ്ങനെ കാത്തിരിക്കും നമ്മൾ, ഒരു മഴ വരാൻ വേണ്ടി കാത്തിരിക്കും. അപ്പം മിക്കവർക്കും നൊസ്റ്റാൾജിയൊക്കെ ഉള്ളൊരു കാര്യം. മിക്ക ആളുകൾക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. ഒരു 99% ആളുകൾക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. ആ ഒരു മണമൊക്കെ എപ്പോഴും മനസ്സിൽ തന്നെ കാണും. അപ്പം ഞാൻ പറയാൻ വന്നത്, എൻ്റെ വീട്ടിൽ കറണ്ടില്ല. അപ്പം അടുക്കളയെന്ന് പറഞ്ഞാൽ നല്ല ഇരുട്ടാണ്. അടുക്കള നല്ല ഇരുട്ടാണ്. അപ്പോൾ എപ്പോഴും മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കണം. അപ്പം നമുക്ക് നിന്ന് പാചകം ചെയ്യാൻ കണക്കാക്കിയിട്ട് ഒരു പാചകം ചെയ്തിട്ടുണ്ട്. പാത്രം കഴുകാൻ വേണ്ടി ഇവിടെയും വെച്ചിട്ടുണ്ട്. മണ്ണ് വെച്ചിട്ടാണ്, മണ്ണിങ്ങനെ ഉരുട്ടിയെടുത്ത് അങ്ങനെ വെച്ചാണ്. അപ്പം എൻ്റെ വാപ്പ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആർക്കിടെക്റ്റ് ആയിരുന്നു. വാപ്പായാണ് അതൊക്കെ ചെയ്തത്. വാപ്പായും ഉമ്മായും കൂടെ തന്നെയാണ് നമ്മളെ വീട് കിട്ടിയത്. നമ്മളൊരു കൊച്ചു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അത് ഈ 4 കാലുള്ള അങ്ങനത്തെ ഒരു വീട്ടിൽ. അവിടെ നിന്നാണ് നമ്മളൊരു നമ്മളൊരു വീട് കെട്ടാമെന്ന് വിചാരിച്ചിട്ട് ഈ വെട്ടുകല്ല്, നമ്മളെ പരിടത്തിൽ തന്നെ വെട്ടുകല്ല് എടുക്കായിരുന്നു. അപ്പോൾ വെട്ടുകല്ല് വെട്ടി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു റൂം കെട്ടി പകുതി ആയില്ല. അപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി വാപ്പ ഇല്ലാതിരുന്നൊരു സമയത്ത്, നമ്മളന്ന് ചെറുതാണ്, എനിക്ക് പക്ഷെ നല്ല ഓർമ്മയുണ്ട് അത്. അന്ന് ഒരു സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഒരു കിർക്കിറെന്ന് പറഞ്ഞൊരു സംഭവം അതിൻ്റെ കൂരയുടെ ഒരു ഊന്ന് കൊടുത്തിരിക്കുമല്ലോ, ഒരു തൂണ്, ആ തൂണ് ഒടിയുന്ന ശബ്ദമായിരുന്നു. അപ്പോൾ എൻ്റെ ഉമ്മ മുളക് പൊടിയും മല്ലിപ്പൊടിയും മുളകും മല്ലിയും പൊടിപ്പിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ടിന്നിൽ ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞാൽ പച്ചവെള്ളം കണക്ക് അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉമ്മ തട്ടിക്കൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ ഉമ്മ പെട്ടെന്ന് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മളെയും കൂടെ എടുത്ത് വെളിയിൽ ചാടി വിത്തിൻ സെക്കൻഡിനൊക്കെ അത് ഒടിഞ്ഞ് താഴെ വീണു. അങ്ങനെ നമ്മൾ നേരെ ആ വീട്ടിൽ, അതായത് ആ ഒരു റൂം കെട്ടിയെന്ന് പറഞ്ഞില്ലേ, അവിടെ ചെന്ന് തൊട്ടപ്പുറത്തുള്ള, ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രബോധയമ്മയെടുത്തും പുറത്ത് ബിന്ദു ചേച്ചിയുടെ അവിടെ ചന്ദ്രികമ്മേരെടുത്തും ഒക്കെ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞിട്ട് നമ്മളവിടെ വിളക്ക് കത്തിച്ച് നമ്മളവിടെ താമസിച്ചു തുടങ്ങി. പിന്നീട് വാപ്പായും ഉമ്മായും കൂടെയാണ് മണ്ണ് ഉരുട്ടിയെടുത്തൊക്കെ ബാക്കി ഒരു റൂമും കൂടെ കെട്ടി ഒരു എറായം അങ്ങനെയൊക്കെ കെട്ടിയത്. അതായിരുന്നു നമ്മളെ വീട്. അങ്ങനെ നമ്മുടെ വീട് വെക്കുക എന്നുള്ള ആഗ്രഹം അന്നങ്ങ് പൊലിഞ്ഞുപോയി. പിന്നെ നമ്മൾ വീട് വെക്കുന്നത് വാപ്പായും ഉമ്മായും കൂടെ മണ്ണൊക്കെ ചുമന്ന് ഒരു കുടിൽ പോലെ കെട്ടുകയാണ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, സന്തോഷം. അപ്പോൾ അവിടെ നമ്മുടെ അടുക്കളയിലെന്ന് പറഞ്ഞാൽ തീരെ ഒരു എന്താ പറയുക, വെട്ടമില്ലാത്തത് കൊണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് അതിൽ നമ്മൾ കുക്ക് ചെയ്യും. അപ്പം അന്ന് ഈ ടി വിയൊക്കെ ഉള്ള ആ ഒരു സമയത്ത് നമുക്ക് ഉച്ച സമയത്തൊരു ഇത് വരും, ഒരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും പാചകം ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മൾ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. മനസ്സിലെന്നല്ല, അല്ലാതെയും പറയും. നമ്മളിതാ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം പഴയ കൊച്ചു സഫിയാണ്, കുഞ്ഞ് സഫിയാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് സ്വന്തമായിട്ടങ്ങ് എല്ലാം അഭിനയിച്ച് കാണിച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ട് പറയും, നമ്മളിപ്പോൾ ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക, അടുത്ത് എന്താണോ ചെയ്യുന്നത് അതിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ചെറിയ എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഭയങ്കര വലിയതായിട്ട് മീൻകറി അങ്ങനെയൊന്നും ഞാൻ വെക്കൂല. അരച്ചൊക്കെ കൊടുക്കും.
അപ്പം അതാണ് എൻ്റെ ഒരു കുക്കിംഗ് എക്സ്പീരിയൻസ്. കുക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കുക്ക് ചെയ്താലും ഞാനിങ്ങനെ ആങ്കറിങ് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാനത് ചെയ്യണം, ഇത് ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇടാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞെടുക്കണം. അങ്ങനെ എടുത്താൽ എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊക്കെ ഒരു ഇതുണ്ട്. പിന്നെ എൻ്റെ കിച്ചണിൽ വന്നിട്ട് കബോർഡ്, ഇപ്പോൾ താമസിക്കുന്ന കിച്ചണിൽ കബോർഡ് വെച്ചിട്ടില്ല. അപ്പം ആ കബോർഡും കൂടെ വന്നാലേ നമ്മുടെ ആ ഒരു സ്ലാബ് ഒന്ന് ഒഴിഞ്ഞു കിട്ടുള്ളൂ. അപ്പം അങ്ങനെ എന്താ പറയുന്ന കുറച്ച് പരിമിതികളുണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഓക്കെയാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ സെറ്റപ്പൊന്നും വേണമെന്നില്ല. നമുക്ക് 3 നേരത്തെ ആഹാരം ഉണ്ടാക്കണം, അത്യാവശ്യം വൃത്തിയാക്കിയിടണം, നീറ്റ്. പിന്നെ നമ്മൾ ചില വീഡിയോയിലൊക്കെ കിച്ചൺ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. കാരണം അത് പക്ഷെ നമ്മൾ അത്രയും പൈസ മുടക്കിയാലേ പറ്റുള്ളൂ. നമുക്ക് അത്രയും പൈസ മുടക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഉള്ള കിച്ചണിൽ നമ്മൾ ചെയ്യും. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാൾ എൻ്റെ അടുത്ത് എനിക്ക് മെസ്സേജ് ഇട്ടയാണ്, എന്താണ് ഒരുങ്ങി നിൽക്കണം, എപ്പോഴും കിച്ചൺ ഇങ്ങനെ കാണിക്കരുതെന്ന്. അപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ കിച്ചണിലുള്ളതാണ്. കാരണം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ കിച്ചണിൽ നിൽക്കുക എന്നുള്ളതാണ്. കുക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കിച്ചണിൽ നിൽക്കുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ കുക്ക് ചെയ്യും, വിത്തിൻ സെക്കൻഡുകൾക്കകം കുക്ക് ചെയ്ത് നല്ല രുചികരമായ ആഹാരം എത്രയും പെട്ടെന്ന് കുക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് എൻ്റെ ഒരു ചിന്ത. അതാണ് കുക്ക് ചെയ്യുക, കൊടുക്കുന്ന ആഹാരം നല്ലതായിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. കൊടുക്കുക, പെട്ടെന്ന് ഇറങ്ങിപ്പോകും. അപ്പം എനിക്ക് കാണിക്കാനുള്ളത് കൂടുതൽ എൻ്റെ കിച്ചണാണ്. ഞാൻ എൻ്റെ കിച്ചണിൽ നിൽക്കുന്നതും ഞാൻ എൻ്റെ അവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളതുമാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എനിക്ക് പുറത്തിറങ്ങി പോകാനോ എപ്പോഴും പുറത്തിറങ്ങിപ്പോയി മറ്റുള്ളവരുടെ പ്രൈവസിയിൽ ഇടിച്ച് കയറി അവരെക്കുറിച്ച് വീഡിയോ ഇടുക, അതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുമില്ല. അപ്പം എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഷോർട്ട് കണക്ക് എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കും. അല്ലാതെ അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കില്ല. അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ കുട്ടിക്കാലത്തൊരു കുക്കിങ്ങിനെ കുറിച്ചാണ്. കുക്കിങ്ങിനെ കുറിച്ച് എനിക്ക് വലിയ കഥയല്ല പറയാനുണ്ടായിരുന്നത്. ഞാനന്ന് കുക്ക് ചെയ്യുന്ന രീതിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ കേൾക്കുന്നതിനും എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്നതിനും. എന്നെ അതിൽ എൻ്റെ സബ്സ്ക്രൈബിൽ കുറേ പേർക്ക് എന്നെ നല്ല പേഴ്സണലായിട്ട് അറിയാവുന്നവരാണ്. അറിഞ്ഞൂടാത്തവർക്ക് എന്നെക്കുറിച്ച് അറിഞ്ഞൂടാ, അറിയുന്നവർക്ക് എന്നെക്കുറിച്ച് അറിയാം. പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ്. എന്താ പറയുക, അതിനെന്തെങ്കിലും ഒരു മാറ്റം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്കിവിടെ കമൻറ്റ് വരുന്നതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ കമൻറ്റ് ഇടാൻ വേണ്ടി ഞാൻ പോയി ഭീഷണിപ്പെടുത്തിയിട്ടാണ് കമൻറ്റ് ഇടിയിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടൂ പ്ലീസ്. എന്താ പറയുക, എനിക്ക് കമൻ്റ് ഇടുന്നവരെല്ലാം എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവർ കമൻ്റ് ഇടുമ്പോഴത്തേക്കും ഞാൻ ഓടിപ്പോയിട്ട് അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കമൻ്റ് ഇങ്ങനെ കാണുമ്പം. അപ്പം ഞാൻ അവരെ പട്ടി കടിക്കും, ജർമ്മൻ ഷിപ്പേഡിനെ കൊണ്ട് കടിപ്പിക്കും ഷിപ്പേഡ് അങ്ങനെ എന്തല്ല പട്ടിയുടെ പേര് എനിക്കറിയില്ല. അപ്പം പട്ടിയെ കൊണ്ട് കടിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു മാക്കാൻ പിടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ഞാൻ കമൻ്റ് ഇടിപ്പിക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ഇടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടൂലേ പ്ലീസ്.